ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി എനിക്ക് അതിൻ്റെതായ ചമ്മലുകളെല്ലാം ഉണ്ട്. അന്ന് അമ്മുൻ്റെ അല്ല സ്നേഹയുടെ എൻഗേജ്മെൻറ്റിനാണ് ആദ്യമായിട്ട് വ്ളോഗ് തുടങ്ങിയത്. ഇപ്പം സ്നേഹയുടെ കല്യാണമാണ് നാളെ അല്ലേ? അപ്പം ഇന്ന് തലേന്ന് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേര് ഇനി വരത്തതേ ഉള്ളൂ. ഒരാളെ നമുക്ക് വഴി കാണാം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ടാണ് പുളി നിന്നെ കാണാൻ. സുന്ദരി. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പറ. നമ്മള് സ്നേഹയുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയിലെത്തി. ഇത്തിരി മുമ്പ് കാണാത്ത ഒരാളും കൂടെ ഉണ്ട് താങ്കളെ. ശരി, എന്നാ ആൾക്കാർ പോയിട്ട് വരാം. അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞു. 4 മണിക്ക് ഇറങ്ങാൻ നിന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളിവിടെ 6 മണിയായപ്പോ വളരെ നേരത്തെ അല്ല, കഴിഞ്ഞോട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മൾ ചെന്ന്. എന്താ കൃത്യം നാളെ കല്യാണത്തിനെങ്കിലും നേരത്തെ ആഗ്രഹം മാത്രം നടക്കുമോ? 6 മണിക്ക് എല്ലാവരും മേക്കപ്പ് തുടങ്ങും. 6 മണിക്കോ? ആദ്യം 6 മണിക്ക് നീ എണീക്കണം. നിന്റെ കല്യാണത്തിന് ഇവളാണ് ആദ്യം എഴുതിയത്. ഞങ്ങളെല്ലാം കുത്തി അപ്പം ഞങ്ങക്ക് ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. വെള്ളം കോരി ഒഴിപ്പിച്ച് തെളിപ്പിക്കുന്നതായിരിക്കും. അമ്മ എഴുന്നേറ്റ് ഭയങ്കര ഇഷ്ടമുള്ള അമ്മ എഴുന്നേറ്റ് പിന്നെ എഴുന്നേറ്റത് ഇവളാണ്. രാവിലെ എഴുന്നേറ്റ് എന്താ ചെയ്യാനാണ് കഴിവാ. എനിക്ക് കഴിവ് വല്ലാത്ത കഴിവാ. അതെ, കഴിവ് കഴിവ് കൂടിയ അതെ അതെ, കഴിവ് കൂടിയവളെ കൂടിയവരെ അങ്ങനെ പറയും. ചെറിയൊരു സാധനമാണ്. ഏത് സാധനം? കഴിവ് കൂടിയ. നമുക്കിപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും കഴിവ് കൂടുതലാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. വണ്ടിയൊക്കെ റോഡിൽ കൂടെ വരുന്നോണ്ട് നമുക്ക് പഴയ പോലെ പേടിയുള്ളൂ. മറ്റേ കപ്പലെല്ലാം കൂടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ വള്ളത്തിൽ കയറുന്നതിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും പേടിയാ. എനിക്ക് പേടിയുണ്ടാമോ? വ്ലോഗ് എടുക്കുവാണെങ്കിൽ കാണാം എല്ലാവരുടെയും. എനിക്ക് നല്ല ധൈര്യമാണ്. ഇവർക്കൊന്നും ധൈര്യമില്ല. എന്തോ ചെയ്യാനാ? സത്യം പറഞ്ഞാൽ കൊറേ നാളായി വ്ലോഗ് എടുത്തിട്ട്. ഇവരെ കണ്ടപ്പോഴാണ് എനിക്ക് അനുഭവം കൂടി ഉള്ളതുകൊണ്ട് നല്ല പേടിയാണ്. ഇവള് വള്ളത്തിൽ നിന്ന് വീണ്. വള്ളത്തിൽ നിന്ന് വീണ് ഇപ്പൊ കപ്പലിൽ കയറി പോയാ. അറിയും. അത് പിന്നെ തെങ്ങുകളല്ല, ഇവിടെ കുറെ വാഴകൾ നടക്കുന്നത് കാണുന്നുണ്ട്. ഇത് രാഷ്ട്രീയം. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. നമ്മൾ പറഞ്ഞത് പൂജയാ. നമ്മള് പറഞ്ഞത് വാഴ എന്നല്ലാതെ വേറെ അല്ല ഉദ്ദേശിച്ചത്. ഞങ്ങള് കൊല്ല അതില്ല. പക്ഷെ ഇവളാട്ടോ ആദ്യം കിട്ടിയ മുതുക്കി. എന്താ ചെയ്യാനാ? അമ്പലം നമ്മള് ശാന്തമായി വരണം. ഞാൻ കുളിച്ച്. നമ്മളിനി വള്ളത്തിൽ കയറിയിട്ട് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് കാണിക്കുന്നതായിരിക്കും. വള്ളത്തിൽ കയറി പേടിയില്ല. എനിക്ക് പേടിയില്ലാന്നോ? എനിക്ക് പേടിയില്ല. ഞാൻ ധൈര്യത്തിലാണല്ലോ കയറിയേ. ഞാൻ കരഞ്ഞൊന്നുമില്ല. പ്രശ്നം മാത്രമേ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടി. പിന്നെ ഇറങ്ങാൻ അന്നോർ എടി എന്തുവാടി എനിക്ക് ചിരി വരും. ഇവിടെ വെച്ചൊന്നും കാണിക്കല്ലേ എടി. എന്ത് പൂജക്ക് വിറയ്ക്കുന്ന? അതല്ലേടി. പറയാനുണ്ടെങ്കിൽ ക്യാമറ ഞാൻ ക്യാമറ നല്ലോണം ക്യാമറ എടുത്തു. അവളാണ് ബ്ലോഗറാണ്. പൂജ ഇരിക്കുന്നൊക്കെ ഗ്യാസ് കുറ്റി പിടിച്ചു. പൊടി പൊടി വടി പുളസി
ഇറങ്ങാൻ നേരത്ത് വീണോ? അതൊക്കെ എടുക്കണേ ഇവിടെ അറിയാതോ. ആ അതാ എന്റെ കാക്കയുണ്ടോ? നീരില്ലെങ്കിലും കാക്കയുണ്ടോ? അതാ എനിക്ക് പേടി. അത് വരുമ്പോ അങ്ങനെയുണ്ടോ നമ്മളിങ്ങനെ പോകുന്നു. അങ്ങനെ അങ്ങനല്ല. ഐ ടേക്ക് സം നൈസ് വിഷ്വൽസ്. മലയാളത്തിൽ പറയണം. മലയാളത്തിനായി എവിടെ പോണ്? പോയി അവിടത്തെയാ? ഞങ്ങള് ഇറങ്ങിയിട്ട് വിളിച്ചില്ല. കൈ പിടിച്ചാലേ അടുക്കത്തോ. പ്രിയങ്ക അവിടെ കിടക്കും, വള്ളത്തിന്റെ കൂടെ പോകും. പേരെന്തുവാ? എല്ലായിടത്തും ആദ്യം പൂജ ഒരു കുടുംബിനിയായി. പുതിയൊരു പീസ് കൊച്ചുണ്ടായിരുന്നു. നിന്നെ ഫ്ലിപ്പ് എവിടെ ആയിരുന്നറിയാം. ഇതാട്ടോ കല്യാണ പെണ്ണ്. ഒരു കല്യാണത്തിന്റെ ഗ്ലോ ഒക്കെ ഉണ്ട്. ആ കണ്ണിനകത്തല്ല, മോന്തിക്കില്ലേ ഗ്ലോ. അതെ അപ്പൊ കുളിക്കാതായിരുന്നോ എടുത്തത്? ഓക്കെ ശരി. തെണ്ടിച്ചികൾ ഇടണം കേട്ടോ. അവിടെ ഞങ്ങള് സ്നേഹയുടെ വീട്ടിൽ ഇരിക്കുവാ. നീ വാടാ ജോർജോ. ചെറുതായിട്ട് 60 പേരേ ഉള്ളൂ. ചെറിയൊരു കുടുംബം, ഞങ്ങളുടെ വലിയ കൃഷി കുടുംബം. ഞങ്ങളിപ്പം ചെറുകിട കൃഷിയാ. കഴിയുമ്പോ വൻകിട കൃഷിയാകും. ഇത് ജഹാൻ. ഇത് മലർമിസിന്റെ ജോർജ്. ഭാവിയിൽ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നു. യെസ്, കരയുന്ന പൊന്നു. കരയുന്ന കരയിച്ച് പൊന്നു. നീ അടിക്കുമ്പോഴേ അവൻ നിന്നെ അടിക്കുന്നേ. ഒന്നും കൂടെ ഇട്ട് വീഴണം, ഇല്ലെങ്കിൽ എനിക്ക് അത് അണക്കിടും. വേഗോട് വേഗോട്. കമോൺ കമോൺ. ഇടറാ, നിന്നെ ഫേമസ് ആക്കി. അവിടെ ഇട, എന്നാലേ കാണാൻ പറ്റില്ല അങ്ങോട്ടും. അഥവാ നീ ജയിച്ച പരിശ്രമിക്കുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം എന്നാണല്ലോ. ഹൂ ഇസ് ദിസ് ക്രാപ്പ്? അതിനോട് ചോദിക്കാം, കൊച്ചിനോട് ചോദിക്കും. നമുക്ക് പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കാം. നീ പഠിക്കുന്ന അവൻ പറഞ്ഞുതരാം. എന്തിനേയും വശത്തിലാക്കാം. എന്താണത് പറയൂ. അതായത് രമണ ചക്ഷുശ്രവണ ഗ്ലസ്തമം. ഇവ ഇല്ല സിനിമയിലെ ആനന്ദഭദ്രത്തിലെ ദിഗംബരനാണ് വശീകരണം. അതിനെന്തോ അവൻ കുറച്ചു നേരം സ്റ്റക്കായി. അവിടെ പോയിട്ട് വന്നിട്ട് ചെറിയ കുറുക്ക് വല്ലതും വീണത്. എന്തോ എനിക്ക് തോന്നുന്നു വന്നിട്ട് 1 മണി വരെ കൊച്ചിന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് എടുക്കുക. റേഞ്ച് ഇല്ല, അതൊന്ന് സൂം ചെയ്ത് കാണിച്ചെടുക്കണേ. റേഞ്ച് ഇല്ല, വീഴുന്നില്ല. പുറത്ത്
എടാ എടാ ജോർജേ ഇയാൾ അങ്ങനൊന്നും അല്ല പറഞ്ഞേ, ഇയാൾ അങ്ങനൊന്നും അല്ല ആദ്യം പറഞ്ഞേ, ഞങ്ങൾക്ക് മനസ്സിലായി. ഇയാൾ പറഞ്ഞതിന്റെ തേങ്ങ മനസ്സിലാക്കാണോ? വോട്ട് പൂജ ഞാൻ എന്റെ സങ്കടം ഞാൻ പഠിച്ചു അമർത്തണം, ഇല്ലെങ്കിൽ കിട്ടും. വല്ലവരുടെ നാട്ടിൽ വന്ന് അത് ഉടുപ്പിടുവാവേ. കിട്ടിയാ കിട്ടിയാ ചെറുക്കന്റെ അക്കൗണ്ട് കിട്ടിയിരിക്കുന്നു. അതെ അതെ. പണ്ട് പണ്ട് ഒരു ബാക്കിലൊരു പ്രേതം ഒരു മനുഷ്യൻ ചത്തുപോയിട്ട് ഒരു ആത്മാവ് പ്രേതം ഉണ്ടായിരുന്നു. ആ പ്രേതം അല്ല, അതിന്റെ പേരാണ് പൊന്നു. പൊന്നുമല്ല, സൂസ. അന്നേരം അതങ്ങനെ വരുമ്പോ അതിങ്ങനെ വരുമ്പോ നമ്മൾ അങ്ങ് ഓടും. ശരിയാ, അല്ലെങ്കിൽ കടിച്ച് ഇല്ലെങ്കിൽ നടപ്പെട്ടി കിടക്കും. ഓടുമ്പോ അതിന് ഫ്രണ്ട് വരും. ബാക്കി പോകുമ്പോ അതിന് ബാക്കി വരും. അങ്ങനെ പിന്നെ നമ്മൾ അകത്തോട്ട് കേറണം. അതാണ് നമ്മുടെ പ്ലാൻ. ഇത്ര നന്ദി, നമസ്കാരം. ഇന്നലെ ജോന്റെ അരച്ചില്ലേ അവിടെ മധുരം കൊടുത്തോണ്ടിരിക്കുന്ന ജോന്റെ അകത്ത് നിന്ന് കഴിച്ചു. ഇടി എത്ര ടേപ്പടി നീ ഒട്ടിച്ചേക്കുന്നത്? നമ്മളൊരു സാധനം കൊടുക്കുമ്പോ അത് അതിന്റെ രീതിക്ക് കൊടുക്കണം. ഇല്ലടി അവിടെ ഇല്ല, അവിടെ ഇല്ല, പുറകശത്തേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതെ അതെ അതെ. ഇങ്ങോട്ട് കാണിക്കൂ. ഇടോ അല്ല ഇട്ടോ, കുറച്ച് മതി കേട്ടോ, കുറച്ച് മതി കേട്ടോ, കുറച്ചേ. അല്ലല്ല, മതി 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 മതി. അതെ അതെ. ഒരു പീസ് മതി. വെള്ളമൊക്കെ എന്തോ തുപ്പലൊക്കെ വായിക്കത്തില്ല, വെള്ളം ഇതൊക്കെ വായിന്ന് വരുന്നത് ഇതൊക്കെ വെച്ചാ തിന്നുന്നത്. കുറച്ച് ഇപ്പൊ തരും. ആ മതിയടിയാ. ക്യാമറ ഓഫ് ആക്കിയിട്ട് ഹലോ, ഒഴിച്ചു ഒഴിച്ചു മതി മതി. അപ്പൊ നമ്മള് രണ്ട് എല്ലാരും ഉണ്ടല്ലോ. എടി ഇവിടെ അടുത്ത് എന്തെങ്കിലും ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ അവിടുന്ന് ഓട്ടോയിലൊക്കെ പിടിച്ചു വന്ന് ഇതിനെ ഇതുവരെ കണ്ടില്ലായിരുന്നു. എന്തോ ചെയ്യാനാ, ജോലിക്കാരിയായ ഇങ്ങനൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പറ. ഈ സമയം കൊണ്ട് ഹലോ ഗൈസ്, സുഖമാണോ? എനിക്കൊന്നും പറയാനില്ല. ഞങ്ങളെ ക്യാമറ കാണുമ്പോ ടീച്ചർ ഉടുപ്പഴിക്കുന്നു. ഇത് ടൈറ്റ് ആയിപ്പോയി, അപ്പൊ അതായിരിക്കും. നാളെ കല്യാണത്തിനുള്ള ഡ്രസ്സായി ഗൈസ്. ഡ്രസ്സായിരിക്കുന്നു. അതെ ഗൈസ്. ഇനി റബ്ബർ ഡ്രസ്സൊക്കെ എടുക്കണം. പോയി എടുക്കും കടയിൽ അലമാരക്കത്തുണ്ട്. എടി ഇതൊന്നിടല്ലേ. കൊള്ളത്തില്ല. നീ ഒന്നും എന്നെ ശ്രദ്ധിക്കാത്ത എന്തൊരു മാറ്റമൊന്നും തോന്നുന്നില്ല. മുടി കളർ ബ്രൈറ്റ് ആയി. കൊച്ചു തോടി കുറഞ്ഞു. മുടി കളർ കളറടിച്ച് അത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ മറ്റേ അഞ്ചു ദിവസം ആയില്ലേ അത്? 5 ദിവസം ആയില്ലടി. ഞാൻ ഇന്നലെ തിങ്കളാഴ്ച പോയതേ ഉള്ളൂ. പ്ലെയിൻ കമ്പി
അത് നീ ഇടണോ ഏട്ടാ? ഇല്ലെങ്കിൽ ഓ അതൊന്നും വേണ്ട. എന്തിനാണ് ഉമ്മച്ചി ഇതെന്തിനാണ് വെച്ചോണ്ടിരിക്കുന്ന? അവളുടെ ചിരി നല്ല രസമുണ്ട്. സദ്യയിലൂടെ കൂട്ടാനൊക്കെ. അതെ അതെ നിന്റെ മുഖം അയ്യോ ഞാൻ അത് ചോദിക്കണോന്ന് എടി അവിടെ നിന്ന് മിഠായി മേടിച്ചില്ലാടി. സ്നേഹ ഗൾഫിൽ പോയിരിക്കോ അതോ ഇവിടെ ആയിരിക്കും? ചിലപ്പോ കൊണ്ടുപോയിരിക്കും. ആണ് ഗൾഫിലുള്ളതല്ലേ. ഞാനെന്തോടി ക്യാമറ നോക്കണ്ട. ഞാൻ കുളിച്ചില്ല അത് പറ. ഞാൻ കുളിച്ചിട്ട് 2 ദിവസമായി. ഇന്ന് ഞാൻ കുളിക്കും. ആദ്യം തല കഴുകും, പിന്നെ ദേഹം കഴുകും. ദേഹം കഴുകാൻ സമയം തോന്നുന്നെങ്കിൽ കഴിയും, ഇല്ലേ കഴിച്ചില്ല. നാളെ രാവിലെ കഴിയും. കുളിക്കാൻ ഭയങ്കര മടി. എന്തെങ്കിലും നടന്നേനെ. ഞങ്ങള് സ്നേഹ വീട്ടിൽ പോയിട്ട് വന്നു കേട്ടോ. കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാര്യം പറയുന്നത്. You want papaya or brew and anything? എനിക്ക് രണ്ടും വേണം. first we cleanse with milk. ഓക്കെ. ഇല്ല ഞാൻ Then we put ബാക്കി എല്ലാവരും brew and സെക്കൻഡ് brew plus tomato juice mix Take apply 20 minutes wash. then papaya She powder. papaya me no എടി മറ്റേ സാധനം തൈര് curd mix apply for pack then wash. എടി സംസാരിച്ചോടി. എടി അവിഹിതം പറയടി. കുറെ നേരമായി പറയുന്നു. അവിഹിതത്തിന് നമ്മൾ കുറെ നേരമായിരുന്നു. സത്യം പറഞ്ഞാൽ വിട്ടുപോയി, മറന്നുപോയി. നമുക്ക് റീൽ എടുക്കാൻ കൂട്ടി വെച്ച കുതിരവുണ്ടെന്ന് അവിടെ ആർക്കാ ഇല്ലാത്തത്? നമുക്കൊക്കെ 2-3 മടക്കൊക്കെ ഉണ്ട്. എന്തോന്നടി എന്തോന്നടി നീ പറഞ്ഞ സംഭവം ജിമ്മി പോയതിന്റെ ഗുണമല്ലേ? ആ ഉണ്ട് ജിമ്മി പോന്നതിന്റെ ഗുണ. അതെന്തുവാ ഉണ്ട്. ഉണ്ടറി ഇതെല്ലാം കട്ടി. ഇവിടെ കട്ടി. ഇവിടെ ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഞരമ്പ് കയറിയിരുന്ന പൂച്ച. അതിങ്ങനെ പൂച്ച അടക്കിങ്ങനെ ഓടി വരുന്ന പറയുന്ന. പൊങ്കാലക്ക് അടിച്ചേടി, പിന്നെ അത് പോയില്ല. ഞാൻ വീട്ടിൽ അടിച്ചോണ്ട് വന്നേ. ഇത് മുതു മാത്രമുള്ളല്ലേ. മിഠായി സ്നേഹ മോളെ ചക്കര നമ്മള് മറന്നുപോയി. നമ്മള് വേറൊരു മൂഡിലായിരുന്നു. ചോറുന്നപ്പോ മന്ദത ആയതുകൊണ്ട് നീ കുറച്ച് കിറ്റ്കാറ്റോ എന്തോ മിഠായി ആയിരുന്നേ. സ്പെഷ്യൽ മിഠായി വേണം.
ഒരു മുട്ടായി തരണേടി. അമ്മ പോയ സുജി വാടി മിഠായിയുടെ കാര്യം പറയടി. മിഠായി തരാൻ പറയടി. ചൂട് പുറത്തൊക്കെ തണുപ്പ് ആണോ ഈ റൂമിൽ അങ്ങനെ ചൂട്. കല്യാണത്തിന് വരുമ്പോ കൊണ്ടുവരാം, മറക്കാണ്ടിരുന്നാ മതി. ഓ നീ കല്യാണം കഴിക്കാൻ പോകുമ്പോ നീ ബൊക്ക കൊണ്ടുവരുമോ? അത് ബൊക്കക്കകത്ത് മുട്ടായി വെച്ചോളാം കൊണ്ടുവരും. നിനക്ക് എന്തിനു കൈ കഴിക്കുന്നില്ല നിനക്ക്. ഏ ഏ ഇവള് വായിലോട്ട് കൊണ്ടുവരുവാ. ഒയ്യോ. അല്ല ഞാൻ ഫോൺ വിളിക്കുവാണ്. ചുമ്മാ വീഡിയോ കിട്ടിയിട്ടുണ്ട്, നാളെ പിടിക്കാം. ഞാൻ ഫോൺ വിളിക്കുവാ. അവള് അമ്മ ഞാൻ ഇതിനകത്ത് അവിടെ ഭയങ്കര തണുപ്പ് വിളിക്കണം. എനിക്ക് ചൂട് ശരിയെന്നാ, വേണം. അങ്ങോട്ട് വിളി. രണ്ട് ഷവർ. എടി ആ വെമ്പലമായിരിക്കും. 11 മണിയായി. ഇത് ബാബുസ്വാമി. ബാബുസ്വാമി മുടി ഉണങ്ങാൻ വെച്ചേക്ക് കൊച്ച് കിട്ടുന്നില്ല. 11 മണിക്കിനും തിന്നുന്ന ഒരു ശുഷ്കാന്തി നിങ്ങൾ. ബാബുസ്വാമി എന്താ ഇങ്ങനെ ജ്യൂസ് മതിയാന്നാണ് പറഞ്ഞത്. ഇപ്പോ സമയം 11 മണി കഴിഞ്ഞ് 41 നിമിഷം. തെണ്ണ കഴിഞ്ഞ് തീർന്നു. അപ്പം 11 മണി കഴിഞ്ഞ 41 നിമിഷം. അല്ലേ അപ്പം ഇവർക്ക് എവിടെ എവിടെ സുജി എന്തി തലയില്ലേ ഇതില്? ഇവർക്ക് ഇവിടെ വേറൊരു ഇവർക്ക് എന്തേലും കഴിക്കാൻ 11:41 അപ്പം 12 മണിക്ക് ഇതൊക്കെ ഓർഡർ ചെയ്യുന്നൊക്കെ ഓർഡർ ഓൺലൈൻ ഓൺലൈൻ അത് ഈ രാത്രി ആയാലും പ്രശ്നം. സ്വിഗ്ഗിയൊക്കെ പട്ടി അതാ 65 പേര് തിരിച്ചടിച്ച് സ്വിഗ്ഗി സാധനം 11 മണി കഴിഞ്ഞ് 48 മിനിറ്റിനകം ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തിരിക്കുന്നത് കുഴിമന്തി. ഇടക്കിരുന്നിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന ആരാ? കൊണ്ടുവരുന്ന പയ്യന്റെ ഇടും. എടി ഇതൊന്നും ഇടല്ലേ. അതൊക്കെ വെളുപ്പിക്ക്. നമ്മൾ കൊണ്ടുവരുന്ന ഡെലിവറി ബോയുടെ പേര് ഷാറുഖ് ഖാൻ. ഈ കാല് നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇത് ഏതോ ഒരുത്തിയുടെ കാല. എന്താണ്ടോ അപ്പം നമുക്കത് വരുമ്പോ കാണാം. നമ്മൾ കാത്തിരുന്ന നമ്മൾ കാത്തിരുന്ന മന്തി. അമ്മോ ഇത് തമ്മിലിടാം. നമ്മൾ അങ്ങനെ ഇതാ അവിടെയാണ്, വരുകയാണ്. സമയം നിന്റെ ഫോൺ സമയം ഒന്ന് കാണിക്കാം. സുജിയുടെ ഫോണായാലും മതി. 12:14. എന്താണ് പരിപാടി ഇവിടെ? മണം വാസം തൂക്കത്. എല്ലാരും വാങ്ങോ. ഇന്നൊരു പൊടി. എന്റെ പേരിലാണോ പൊടി? അവിടെ ഒരു പൊടി, അപ്പുറത്തും ഒരു പൊടി, ഇപ്പുറത്തും ഒരു പൊടി. എനിക്കല്ലടി അവക്കടി. കഥ വാടാ, കഥ വാടാ. തോന്നുന്നുണ്ട് പൂജേ. Hi guys, back for marriage. രാത്രി എത്ര മണിയായിടി? 12:09. 1 മണി. ഹായ്. ഞങ്ങൾ ഇനി ഉറങ്ങി നാളെ രാവിലെ മണിയാവുമ്പോൾ 1 മണിയാവും. സോറി 1 മണിയാവുമ്പോൾ ഇങ്ങനെ ദങ്ങനെ പിന്നെ ദിങ്ങനെ പിന്നെ ദിങ്ങനെ മന്തി അഡിക്ഷൻ. എല്ലാവരും
ലുക്ക് ലൈക്ക് ദിസ് 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 അത് മതി എന്തോ മാറി കഴിച്ചു അവിടെ വെച്ച് പറഞ്ഞില്ലേ എന്തോ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. മുടികെട്ടില് എനിക്ക് പിടികിട്ടിയതാ. ഞാൻ പിന്നെ പോട്ടെ. ഞാൻ ഇവിടെ കിട്ടുന്നത് ഇവിടെ കിട്ടുന്നത് ബാബുസ്വാമി പൂജ പൂജ ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. ഞാൻ ബാബുസ്വാമി അല്ല. എടി നമ്മുടെ ഈ വീട്ടിൽ ഇരുന്നത് നിങ്ങളെ ക്രോപ്പ് ചെയ്തിട്ട് ഇടണം. നീ സ്റ്റോറി ഇടണേ. നമ്മള് വീട്ടിൽ നിക്കുന്നത് കല്യാണത്തിന്റെ വേറെ നമ്മുടെ ഇവിടെ ഇതെല്ലാം നിങ്ങൾ നാളെ ഓർക്കൂ. ശരിയാണ്. അന്ന് ഗോവയിൽ പോയത് ഇപ്പൊ കണ്ടിട്ട് സന്തോഷിക്കുന്നില്ല അത്ര. ഇതെല്ലാം നാളെ കാണുമ്പോ ഭയങ്കര വിഷമം. അന്നോട്ട് ഈ കൊച്ചു കഞ്ചാവായി ഫോൺ എടുക്കോ വീഡിയോ എടുക്കോ വീഡിയോ എടുക്കുക. ശരിക്കും ഇവരുടെ ഓണത്തിന്റെ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്ന് മെനഞ്ഞാന്നും കൂടെ ഇരുന്ന വീഡിയോ കണ്ടായിരുന്നു. ഇവരുടെ ഓണത്തിന്റെ ഉണ്ടായിരുന്ന അയ്യോ അതിന് തലയില്ലാത്തൊരു ജീവിയോടെ കിടക്കുന്നതിന് തലയില്ലേ? ആ ഉണ്ടല്ലോ. എന്നിട്ട് അത്തപ്പൂ ഒക്കെ നീരജ അത്തപ്പൂ ഇടാനൊക്കെ പോയിടി. അതെ അതെ എന്റെ കണ്ണം പോണം. അയ്യോ അടുത്തിടാൻ പേടിച്ച ചീത്ത